ഡിപ്രഷൻ ഇൻ മെൻ വുമൺ നമ്മൾ ജനറൽ ആയിട്ട് കാണുന്നെങ്കിൽ പോലും സാധാരണ കണ്ടുവരുന്ന സിംറ്റംസ് ആണ്. ഇപ്പോൾ എന്താണ്, ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ ഓവറായിട്ട് കഴിക്കുന്നു അല്ലെങ്കിൽ കഴിക്കുന്നില്ല, നന്നായിട്ട് ഉറങ്ങുന്നു അല്ലെങ്കിൽ ഉറങ്ങുന്നില്ല, അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഒന്നും ചെയ്യാൻ ഒരു താല്പര്യമില്ലായ്മ, ഇതൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ആണുങ്ങളിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സിംറ്റംസ് ഉണ്ട് ഡിപ്രഷനുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. 2-3 മെസ്സേജ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. നമ്മൾ എപ്പോഴും ജോയിന്റ് സെഷൻസ് എടുക്കുന്നത് ഈ മെസ്സേജിന്റെ ഒരു അടിസ്ഥാനത്തിലാണ്. ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യം. സോ ഡിപ്രഷൻ ഇൻ മെൻ ആസ് എ ഹോൾ, അതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് പറയാം. ശ്രീജി, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദി സിംറ്റംസ്. അതെ, സാധാരണ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഉള്ള സിംറ്റമാണ് എന്താണ്, ഭക്ഷണം താല്പര്യമില്ലായ്മ, അല്ലെങ്കിൽ ഉറക്കക്കുറവ്, ഒന്നും ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരു അവസ്ഥ, ഈ രീതിയിലേക്ക് പോകുന്നത്. പക്ഷേ ഇതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് മെൻസിൽ, അതായത് ആണുങ്ങളിൽ കാണപ്പെടുന്ന ഒരു സിംറ്റം എന്തെന്ന് വെച്ചാൽ ഇവരുടെ അഗ്രഷൻ, ദേഷ്യം. അതായത് ഇവർക്ക് എന്ത് പറഞ്ഞാലും എന്താണ്, ഒരു ചെറിയ ഒരു ഇറിറ്റേഷൻ ഉണ്ടായാൽ തന്നെ അതൊരു അഗ്രസീവ് മൂഡിലേക്ക് ആയിരിക്കും പോകുന്നത്. അല്ല, 70%. ദേഷ്യം രീതിയിൽ, ഇറിറ്റേഷൻ രീതിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതിനെ തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. കാരണം ഇത് സാധാരണ എല്ലാവരും അങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ നേച്ചർ ആണ് ഒരു അഗ്രഷൻ എന്നുള്ള ലെവലിലേക്കാണ് പോകുന്നത്. ഇതുപോലെ തന്നെയുള്ള ഒരു നെക്സ്റ്റ് സിംറ്റം ആണ് റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ. അതായത് റാഷായിട്ട് വണ്ടി ഓടിക്കുക, അതെ, ഇനി എനിക്കൊന്നും ഇല്ല എന്നുള്ളൊരു ഫീലിംഗിലേക്ക് അവർക്ക് എന്ത് റിസ്ക് എടുത്തും ആ ഒരു കാര്യം ചെയ്യാൻ, ആ ഒരു റിസ്ക് അവർക്ക് എടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അവരത് വെൽക്കം ചെയ്ത് ഭയങ്കരമായിട്ട് പോട്ടെ, എന്തായാലും പോട്ടെ എന്നുള്ള രീതിയിലേക്ക് പോവാന്നുള്ളത്. അതെ, ഇതുപോലെയാണ് ഈ ഒരു മീൻസ് ഡിപ്രസീവ് ഇതാണ്, മൂഡാണ് ഇവരെ സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് കൊണ്ടുപോകുന്നത്. ആൽക്കഹോൾ, മേ ബി ആൽക്കഹോൾ, അല്ലെങ്കിൽ സ്മോക്കിംഗ്, അല്ലെങ്കിൽ ഡ്രഗ്സ്, ഇത് കോമൺ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക്, അപ്പം അതിലൂടെ അവർ ആ ഒരു ഡിപ്രഷൻ കോപ്പപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അത് കൂടുതൽ പ്രശ്നത്തിലേക്കായിരിക്കും പോകുന്നതും. ഈ ഇമോഷണൽ വെന്റിങ് ഓഫ്, അതായത് ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്ന് കരയാനുള്ള ആ ഒരു സ്പേസ് ഒക്കെ അവർ തന്നെ അവർക്ക് കണ്ടെത്തും, ഒന്നിൽ ഫ്രണ്ട്സ് വഴിയോ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സോ. പക്ഷെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നതും അവരതങ്ങനെ വെളിയിൽ പാടില്ല. നമുക്ക് ഒരു കേസ് കഴിഞ്ഞ വന്നിരുന്നു. കാരണം നമ്മുടെ ഒരു കൾച്ചറൽ ഇതനുസരിച്ചിട്ട് ആണുങ്ങൾ അവരുടെ എക്സ്പ്രഷൻ ഒന്നും പുറത്ത് കാണിക്കാൻ പാടില്ല, കരയാൻ പാടില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരു വിഷമം ഉണ്ടെങ്കിൽ പറയാൻ പാടില്ല. കാരണം അവിടെ ഞാൻ ജഡ്ജ് ചെയ്യപ്പെടും, ഞാൻ ഒരു ആണല്ലാതാവും, അയ്യേ നീ കരയാണ്, കുട്ടികൾ മുതലേ നമ്മൾ കരയാൻ പാടില്ല. അതെ, ആ ഒരു രീതിയിലാണ്. അപ്പൊ അവർക്ക് അവിടെ അവരുടെ ഇമോഷൻസ് പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല, മനസ്സിലായോ? അത് ആ ഒരു രീതിയിലേക്ക്, അവരോട് ഒരു അഗ്രഷൻ എന്നുള്ള രീതിയിലേക്ക് പോവാനും ഇതും ഒരു കാരണമായിട്ട് വരും. അതെ, ഇപ്പൊ ചില ആളുകൾ എന്ന് പറഞ്ഞാൽ വെളിയിൽ അവിടെ വളരെയധികം സ്റ്റേബിൾ ആയിട്ട് കാണിക്കുമെങ്കിലും ഉള്ളിൽ അവർക്ക് ഒട്ടും കട്ടി ഉണ്ടാവില്ല. സ്വന്തം വൈഫിനോട് പോലും അവർക്ക് അവരുടെ ഇമോഷൻസ് പുറത്ത് പറയാൻ പറ്റാത്ത എത്രയോ പേരുണ്ട്. അപ്പൊ ഇതെന്താ വെച്ചാൽ സപ്രസ് ചെയ്ത് വെച്ചിട്ട് അടുത്ത ഒരു നോട്ടിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് വേറൊരു സിംറ്റംസ്, ഇപ്പൊ സാധാരണ നമ്മൾ എല്ലാവരോടും ഈ ഡിപ്രഷന്റെ കാര്യം കോമൺ ആയിട്ട് പറയുന്ന ഒരു സിംറ്റമാണ് എന്താണ്, ഉറക്കമില്ലായ്മ. അതേപോലെ തന്നെ ഉണ്ടാവുന്ന ഒരു സിംറ്റമാണ് കൂടുതൽ ഉറങ്ങുക. മനസ്സിലായില്ലേ? ആണുങ്ങൾ. അപ്പോൾ ഇവര് മീൻസ് വീട്ടിലായാലും ചിന്തിക്കുന്നത് ഇതെന്താ ഫുൾ ടൈം ഉറക്കമാണല്ലോ എന്ന്. പക്ഷെ അതും ഒരു സിംറ്റം ആണ്. അതെ, ഇതേപോലെ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഈ ഫുഡിന്റെ കാര്യത്തിൽ ചില ആൾക്കാരൊക്കെ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് വന്നൊരു കാര്യമുണ്ട്, ഒരുപാടൊന്നും കഴിക്കുക എന്ന് പറഞ്ഞാല് ഒരു ലിമിറ്റ് ഇല്ല കേട്ടോ. കഴിച്ച് അതെല്ലാം ചിക്കനും മട്ടണും പുള്ളി ഇതിലൂടെ കടന്നു പോകുന്നൊന്നും പുള്ളിക്ക് അറിയുന്നില്ല. എന്തോ എനിക്കൊരു ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആള് വന്നത്. എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതിപ്പോ നമ്മള് മെയിൻ ആയിട്ട് ഇങ്ങനത്തെ സിംപ്റ്റംസ് പറഞ്ഞതെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മള് ആൽഫ ജനറേഷൻ ഒരു യുഗത്തിലാണ്, ത്രൂ സോ മച്ച് ഓഫ് പ്രോബ്ലംസ്. പക്ഷെ അതെല്ലാം നമ്മള് ആ നേരത്തെ പോലെ ഇത് പറയാനുള്ള ഒരു കൂടുള്ള ആൾക്കാരെ ഒന്നുമില്ല, എല്ലാം ന്യൂക്ലിയർ ആയിട്ട് പോയി ഇതിന് നമ്മളൊരു ഫീലിങ്സ് നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന എന്തെങ്കിലും സിംറ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത്, നിങ്ങളുടെ കയ്യിൽ അത് പിടിച്ചാൽ നിൽക്കുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ പ്ലീസ് ടേക്ക് എ പ്രൊഫഷണൽ ഹെൽപ്പ്. ഇവിടെ ഒരു പ്രധാന കാര്യം ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ എന്നെ ജഡ്ജ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഒരു നമ്മുടെ കൾച്ചർ അറിയാലോ ഒരു മെയിൽ ഡോമിനൻ്റ് ആണ്. അപ്പോൾ അവിടെ ഞാൻ ആരോടെങ്കിലും എൻ്റെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അവരെ ഞാൻ ജഡ്ജ് ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് ഇവരൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലല്ല, മീൻസ് അത് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിച്ചു തുടങ്ങുന്നു എന്ന് കാണുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണം എന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും നിങ്ങൾ അതിലേക്ക് തന്നെ പോകണം. ഈ ഒരു ലൈഫ് സ്റ്റൈലിനെ
ബാധിച്ചു തുടങ്ങുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ അത് എഫക്ട് ചെയ്യുന്നു. അതൊന്ന് പുറത്ത് പറയുന്നത് കൊണ്ടോ ഒരു സെഷൻ എടുക്കുന്നത് കൊണ്ടോ അത് നിങ്ങൾക്ക് നല്ലതേ വരത്തുള്ളൂ. നിങ്ങളുടെ പാർട്ട്ണർക്കും ഫാമിലിക്കും അത് നല്ലതാണ്. ഓക്കെ, എന്ന് ഓർക്കുക. ടേക്ക് കെയർ.